കൊച്ചിയിൽ നിന്ന് ആൻമരിയ കൂടി ചേരുന്നുണ്ട്. ആൻമരിയ, ആഹ്ലാദത്തിന് വകയാണ്. ആദ്യ 2 ഗോളിന്റെ ലീഡ്, അതിനുശേഷം ഇപ്പോൾ കളം പിടിക്കാൻ ലിയോണൽ മെസ്സി കൂടി എത്തുന്നു. ആവേശത്തിനൊന്നും ഒട്ടും കുറവില്ലാത്ത രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് കറുകപ്പള്ളിയാണ്. കറുകപ്പള്ളിയിൽ മറ്റൊരു കാഴ്ച കൂടിയുണ്ട്. അത് ഒരു കട്ട അർജന്റീന ആരാധകനായിട്ടുള്ള ടിനിറ്റോ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടെ കളി കാണുന്നതിന് വേണ്ടിയിട്ട്, അർജന്റീന വിജയിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് കറുകപ്പള്ളിയെ സംബന്ധിച്ച് ആദ്യമായിട്ടൊന്നുമല്ല, ഇതിനധികം ആളുകളുണ്ട്. ഇതെനിക്ക് തോന്നുന്നു അല്പം ആൾ കുറവാണ് എന്ന് തോന്നുന്നു. അത് രാവിലെയൊക്കെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാവാം ആളുകളുടെ എണ്ണത്തിലൊക്കെ ഒരു കുറവ് വന്നിട്ടുണ്ടായിരുന്നത്. തിരിച്ചേട്ടാ, കളി എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 പ്രൊഡിക്ട് ചെയ്തിട്ടുണ്ടേ, അത് 2 അടിച്ചു, പക്ഷെ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചില്ല. 2 അടിക്കാൻ സാധ്യതയുണ്ടോ? 1 കൂടി അടിക്കും. മെസ്സിയാണോ? പിന്നെ കട്ട അർജന്റീന, വാമോസ് അർജന്റീന. അത് തന്നെയാണ്. ഇനിയും ഗോളുകൾ അടിക്കുമെന്നുള്ള ആവേശമാണ് നമ്മൾ തിരിച്ചേണ്ടത്. കളി എങ്ങനെയുണ്ട്? നമ്മള് ബ്രസീൽ ആരാധകരാണ്, എന്നാലും മെസ്സിയെ കളി കാണാൻ വേണ്ടി വന്നത്. എന്നാലും നല്ലൊരു കളിയായിരിക്കും. ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടല്ലോ മെസ്സി. കളി കളിയാണ്, പക്ഷെ നമ്മ ബ്രസീലാണ്. പേടിച്ചിട്ട് ഇപ്പൊ മെസ്സിനെ ഇറക്കിയിട്ടുണ്ട്, ആദ്യം ഇറക്കിയില്ലായിരുന്നു. അങ്ങനെ തന്നെയാണ്. പല ടീമിലെ ആരാധകരുണ്ട്, പക്ഷെ എന്നാലും മെസ്സി കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നു പറയുന്നു. കളി എങ്ങനെയുണ്ട്? അങ്ങനെ കറുകപ്പള്ളിയിൽ നിന്ന് ആൻമരിയാണ് വിവരങ്ങൾ നൽകിയത്. അർജന്റീനൻ ടീമിന്റെ കട്ട ആരാധകരായ സിനിമാ താരം ടിനി ടോം അടക്കമുള്ളവർ ആ ബിഗ് സ്ക്രീന് മുന്നിൽ ഇരിക്കുന്നുണ്ട്. മെസ്സി ഇറങ്ങിയതോടുകൂടി കൂടുതൽ ഗോളുകൾ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.